ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടരുകയാണ്. ഇറാൻ ബഹ്റൈനിലെ ജനവാസ മേഖലയിലുണ്ടായ ആക്രമണത്തിൽ ഒരു യുവതി കൊല്ലപ്പെട്ടു. സൗദിയിലെ ഷൈബ എണ്ണപ്പാടത്തിന് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണമുണ്ടായി. അതിനിടെ ഖത്തറിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ താത്കാലിക വിമാന സർവീസുകൾ ആരംഭിച്ചു. ബഹ്റൈനിലെ ജനവാസ മേഖല കേന്ദ്രീകരിച്ചുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. മനാമയിലുണ്ടായ ആക്രമണത്തിൽ 29കാരി കൊല്ലപ്പെട്ടു, 6 പേർക്ക് പരുക്കേറ്റു. ആക്രമണ സാധ്യതയുള്ള പ്രദേശത്തുനിന്ന് ജനങ്ങളെ മാറ്റി. സൗദിയിലെ ഷൈബ എണ്ണപ്പാടത്തിനു നേരെ വീണ്ടും ഡ്രോൺ ആക്രമണമുണ്ടായി. അൽ സുൽഫി ഗവർണറേറ്റിലെ ജനവാസ മേഖലയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായി. അൽഗർജിനു നേരെയും ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണങ്ങൾ സൗദി പ്രതിരോധ സേന തകർത്തു. ഉച്ചയ്ക്കുണ്ടായ ആക്രമണത്തിൽ അബുദാബിയിലെ റുവൈസ് വ്യവസായ കോംപ്ലക്സിൽ ഒരു കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. കുവൈറ്റിലും ഖത്തറിലും ആക്രമണം തുടരുകയാണ്. ആക്രമണങ്ങളെ ചെറുക്കാൻ UK UAEക്ക് പിന്തുണ നൽകി തുടങ്ങിയിട്ടുണ്ട്. അതിനിടെ ഖത്തറിൽ നിന്ന് ഇന്ത്യയിലേക്കുൾപ്പെടെ ഖത്തർ എയർവേസ് ഇന്നും നാളെയും സർവീസ് നടത്തും. കൊച്ചി, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചും സർവീസ് ഉണ്ടാകും. മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നവർക്കാകും മുൻഗണന. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.